ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ, കൃതീഷ് ഷെട്ടി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രൊഡ്യൂസർ നയൻതാരയാണ് വരുന്നത്. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദറാണ്. SJ സൂര്യയും ഒരു പ്രധാന വേഷത്തിൽ ഈ സിനിമയിലെത്തുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. നേരത്തെ ഇറങ്ങിയ പാട്ടുകളൊക്കെ എപ്പോഴേ വൈറലായിരുന്നു. ഇനി ഈ സിനിമയും കൂടെ വൈറലാവുകയില്ലോ എന്ന് കണ്ടറിയാം. 2040 ചെന്നൈ. அதெல்லாம் இன்ஷூர் SJ சூர்யா. இது இந்த லவ் இன்ஷூர் பண்றதுக்கு ஏதாவது வழி இருந்ததா? ஆனா இப்ப இருக்கு. சரத்குமார். லவ் இன்சூரன்ஸ் கம்பெனி. யார் கூட சேர்ந்தா நைஸ், யார் கூட சேர்ந்தா நாய்ஸ் நீ ஆப் கண்டுபிடிச்சு சொல்லு. என்ன ஆப் ஆண்டவ மாதிரி லைக்னால நான் சந்தோஷமா இல்லைன்னு ஒருத்தன் கையத்துக்கு சொல்லிட்டு ஹலோ, திஸ் இஸ் வைட் பாஸ் சிங். நம்ம லைக்கோட வாய்ஸே அவர் தான் சார். லவ் இன்ஷூரன்ஸ் ഈ സിനിമയിലും എനിക്ക് തോന്നുന്നു ഇപ്പം പ്രദീപ് രംഗനാഥന് ഇപ്പം ഇറങ്ങിയ സിനിമയെല്ലാം നിങ്ങൾക്ക് അറിയാം. ലവ് ടുഡേ, ഡ്രാഗൺ, ഡ്യൂഡ് എല്ലാം 100 കോടി ചിത്രങ്ങളിലാണ്. ഇതും എനിക്ക് തോന്നുന്നു 100 കോടി ചിത്രം വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. പിന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം കളക്ഷൻ വൈസ് കുറഞ്ഞാലും കുറയും. ബട്ട് ഫൺ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം പ്രദീപിന് ആ ഒരു ഗ്യാരണ്ടി തരുന്ന ഒരു നടനും കൂടെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇത് നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത ഒരു ഫ്യൂച്ചറിൽ വരുന്ന ഒരു പടം തന്നെയാണ്. റോബോട്ട്, ആപ്പ്, അങ്ങനത്തെ ലവ് ആപ്പൊക്കെ വരുന്നതാണ്. അത് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് SJ സൂര്യ. അങ്ങനെയൊക്കെ മുമ്പേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. கம்பெனி உங்களை அன்புடன் வரவேற்கிறது. அவர் லைக்லயே இல்லையா சார்? ஏன் இல்ல சார், நான் அந்த பசுமை உலகத்துலேருந்து வரேன். ஓ யா പശ്ചിമ ஸ்டூபிட் பிளேஸ்ல இருந்து வரீங்களா நீங்க? சீமன், நீங்க தாக்கத்தினால் நிம்மதி இழந்தோருக்காகவே உருவாக்கப்பட்ட தன்னார்வலர் சிறைச்சாலை. மூஞ்சூர் மாதிரி மூஞ்ச வச்சுக்கிறா, யார் மூஞ்ச பார்த்தும் பேச மாட்டேங்கிறா. நான் நோமோபோபிக் பொண்ணா? அது நம்மளெல்லாம் நம்ம அம்மா அப்பா தானே வளர்த்துக்கிறாங்க. ஆனா அதுவே போன் தானே வளர்த்துச்சு. ஒரு லைக், ஒரு ஷேர் வாங்குறது எவ்வளவு கஷ்டம் தெரியுமா? தீமா, எனக்கு ஒன்று எப்பவுமே ஹாப்பியா பார்த்துட்டே இருக்கும். ஓ. அதுக்காக என்ன வேணா பண்ணும். നമ്മൾ മുമ്പേ സംസാരിച്ച പോലെയാണ് കൃതീഷ് ഷെട്ടി ഒരു ആപ്പ് വെച്ചാണ്, ആപ്പിലുള്ള ഒരു പെണ്ണ് പോലെയാണ് വരുന്നത്. ഇനിയിപ്പോൾ കണ്ടറിയാം ഇതിപ്പോൾ റോബോട്ടാണോ അതോ ഒറിജിനൽ പെണ്ണാണോ എന്നൊക്കെ ഇനി സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. அவன் என்ன கதை? കൃതീഷ് ഷെട്ടി കാണാൻ സൂപ്പറാണ്. சேர்றதே கூடாது. அந்த சீனது வாட் ப்ரோ, வெரி ராங் ப்ரோ. எனக்கு தெரியும் தளபதி விஜய் ரெஃபரன்ஸ். கரெக்ட்னு. கௌரி கிஷன் உண்டா? யோகி பாபு. பிராக்டிஸ் பண்ணி ஒரு நாள் என்ன இப்படி தூக்கிடலாம். ஆனா தீமா கிட்ட இருந்து என்ன தூக்கவே முடியாது. ஜாலி பிரபு. எங்க அண்ணனை தொடணும்னா என்ன தாண்டி அனிருத் வாய்ஸ். லவ் மட்டும் இருந்தா பத்தாது வாஸ். இத விட்டு வேணான விட்டு போலாம்ல வாஸ். போயிடு. റോബോട്ടിന് ഫീലിംഗും വരുമോ? ഇനി അപ്പോൾ ഒറിജിനൽ പെണ്ണ് എന്നാണെന്ന് തോന്നുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്യൂച്ചറിലുള്ള ഒരു പടമാണ്. റോബോട്ട് പെണ്ണായിരിക്കുമല്ലോ എന്ന് തന്നെ കണ്ടു തന്നെ അറിയണം. കൊച്ചിലെ അമ്മ അപ്പ വളർത്തിയതല്ല, ഫോൺ വെച്ച് വളർന്നതാണെന്നൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. ശരി, ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് തന്നെയാണ്. എന്തായിരിക്കും, ഒരു ആപ്പാണ് ഈ ലവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. ആപ്പ് എല്ലാത്തിലും ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ ലവിന് ഇൻഷുറൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്നുള്ളൊരു പ്ലോട്ടാണ് വരുന്നത്. நான் முதல்ல வந்து ஜாதியில ஒத்துக்கல, ஜாதகத்துல ஒத்துக்கல, வீட்டுல ஒத்துக்கல, நாட்டுல ஒத்துக்கல, ஊர்ல ஒத்துக்கல, தெருவுல ஒத்துக்கல, அப்பா ஒத்துக்கல, ஆத்தா ஒத்துக்கலன்னு சொல்லியிருந்தீங்க. இப்ப என்ன ஆப் ஒத்துக்கலன்னு சொல்லி பிரேக்கப் பண்றீங்க? സാധനം വന്നു இந்த டிசைன் யோசிப்பீங்களா எப்படி பிரேக்கப் பண்ணலான்னு? പറഞ്ഞോട്. ஒரு ஹார்ட்டோட வேலையை எந்த ஒரு ஆப்பாலையும் பண்ண முடியாதுன்னு நான் இந்த உலகத்தை ப்ரூவ் பண்ணி காட்டுறேன். ഇവന് റോബോട്ടാണോ എന്ന് கரெக்ட்லாடா தம்பி. இந்த ஒரு ஸ்கொயர் ஃபீட்டு கரெக்டாக இருந்தா சுற்றி இருக்கிற மொத்த ஏரியாவும் கரெக்டாக தான் இருக்கும். അല്ല, വിഘ്നേഷ് ശിവൻ, പ്രൊഡ്യൂസർ നയൻതാര. ഫ്രം April 10. ഏപ്രിൽ 10 റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ നന്നായിട്ടുണ്ട്.
ഓവർ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല, നന്നായിട്ടുണ്ട് ട്രെയിലർ കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്യൂച്ചർ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു ആപ്പും എനിക്ക് തോന്നുന്നു ഒറിജിനാലിറ്റിയും പിന്നെ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നതും സിറ്റുവേഷൻസ് ആയിരിക്കും ഇത് കമ്പൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അവർ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു ആപ്പ് പറയുന്നതല്ല, ഹൃദയം പറയുന്നതാണ് ശരി. അങ്ങനത്തെ സിറ്റുവേഷൻ ലാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അളിയൻ്റെ പ്രദീപ് രംഗനാഥിൻ്റെ ഒരു ട്രേഡ് മാർക്ക് സാധനം ഉണ്ടല്ലോ, ഇടയിൽ ഒന്നൊരു ഡയലോഗ് ഉണ്ട്, അത് ഇതിൽ വരുന്നുണ്ട്. ജാതിയും നേരത്തെ ജാതി പറഞ്ഞു മാറും, മതം പറഞ്ഞു മാറും, വീട്ടുകാർ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ മാറും, ഇപ്പം ആപ്പ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് നീയൊക്കെ ബ്രേക്കപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു മെയിൻ സാധനം വന്നിട്ടുണ്ട്. ആൻഡ് കളർഫുൾ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടം തുടക്കം തൊട്ട് അവസാനം വരെ ട്രെയിലർ കാണുമ്പോൾ ഫുൾ കളർഫുള്ളാണ്, ഭയങ്കര റിച്ച് വിഷ്വൽസ് ആണ്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ അല്ലേ, ആൻഡ് സിറ്റുവേഷൻസും ആൻഡ് കാലങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ടെക്നോളജിയും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു റിലേറ്റബിൾ ആയിട്ട് ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മാറ്റി നല്ല കളർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. കാണാനും ഒരു ബോറടിയില്ല, ഇതിൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഇടയിൽ എന്തായാലും യോഗി ബാബു ഒക്കെ ഉണ്ട്, പിന്നെ പ്രദീപ് രംഗനാഥനും ഉണ്ട്, നല്ല കോമഡിയും കാര്യങ്ങളും വരും. ഇതിൻ്റെ ഇടയിൽ അനിരുദ്ധിൻ്റെ പാട്ടുകൾ, ധീമ ആൻഡ് ഇപ്പോൾ അടാപടി എന്നൊരു പുതിയ സോങ് റിലീസ് ചെയ്തിട്ട്, പിന്നെ പട്ടുമ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ലാസ്റ്റ് ഇമോഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എന്തായാലും പറയും. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, മനസ്സ് തന്നെയാണ് വലുത്, മനസ്സ് പറയുന്നത് ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഒരു മോട്ടിവേഷണൽ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ആൻഡ് ഇത് ഒരുപാട് നാളായിട്ട് റിലീസ് ചെയ്യുമെന്ന് ഇരുന്ന സിനിമയാണ്, ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഈവൻ കഴിഞ്ഞ മാസവും കൂടെ റിലീസ് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോൾ ഏപ്രിൽ 10 ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ട്രെയിലറും കൂടെ റിലീസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മാറ്റില്ലായിരിക്കും, ഇനി അറിഞ്ഞുകൂടെ കണ്ടറിയണം. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒന്നും പറയാൻ പറ്റൂല. സിനിമ റിലീസ് ചെയ്യുന്ന തലേന്ന് വന്നിട്ടാണ്ട് ആ സിനിമ പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത ദിവസം ഇറങ്ങില്ല, വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്ന് പ്രൊഡക്ഷൻ ടീം ഇടുന്ന ഒരവസ്ഥകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ മുതൽ ട്രെയിലർ നന്നായിട്ടുണ്ട്. ആൻഡ് പ്രദീപ് രംഗനാഥൻ ഇപ്പം ഒരു പ്രൊമിസിംഗ് ആയിട്ട് വരാം, പ്രത്യേകിച്ച് തെലുങ്കിലല്ലേ ഇപ്പം നല്ല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ പടം കൂടെ ഹിറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ടയർ ആക്ടേഴ്സിൻ്റെ മേലിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ഇപ്പം എന്താ പറയുക, ഉള്ള സിനിമയിലുള്ള ഒരു ആക്ടേഴ്സിനൊന്നും വലിയ രീതിയിലുള്ള കളക്ഷനും അല്ലെങ്കിൽ ഒരു റിവ്യൂസ് ഒന്നും വരുത്താൻ കഴിയുന്നില്ല. പക്ഷെ പ്രദീപിന് തുടക്കം തന്നെ എല്ലാം ഒന്നിങ്ങനെ നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡ്യൂഡി മിക്സ്ഡ് റിവ്യൂ വന്നിട്ട് പോലും കളക്ഷനൊക്കെ നല്ല വയസ്സ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും കേരളത്തിലും അതുപോലെ തന്നെ നല്ല ആൾക്കാർ സിനിമ കാണാൻ പോയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും നല്ലൊരു പടം, ഒരു അത്യാവശ്യം കണ്ടിരിക്കാനുള്ള ഒരു പടം വന്നാൽ മതി, താനെ ഹിറ്റായിക്കോളും. കാരണം പ്രദീപിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, എല്ലാത്തിലും സെയിം പെർഫോമൻസ് തന്നെയാണ്. ധനുഷ്, രജനീകാന്ത് എല്ലാം ഒരുമിച്ച് ചവച്ചെടുത്ത പെർഫോമൻസ് തന്നെയായിരിക്കും. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, ഒരു കോമഡിയൊക്കെ ആയിട്ട്. ആൻഡ് കാണാം ഏപ്രിൽ 10 മിക്കവാറും ഇതും ക്ലിക്കാവുമെന്ന് തോന്നുന്നു.